Hello guys, welcome back to the new video of my tech. നമുക്കറിയാം ഇപ്പോൾ കോവിഡിൻ്റെ കാര്യമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വെളിയിലോട്ട് മനസ്സറിഞ്ഞ് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ആർക്കാണ് ഈ രോഗമുള്ളത്, ആർക്കാണ് ഇല്ലാത്തതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതേപോലെ നമുക്കിപ്പം എല്ലാം ഓൺലൈൻ വഴിയാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയാലും ഇപ്പോൾ എന്ത് കാര്യമായാലും ഇപ്പോൾ ഓൺലൈനാണ്. അതേപോലെ ഇപ്പോൾ അടുത്തിനി ഓൺലൈൻ പരീക്ഷ വരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് 5 മിനിറ്റ് നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വെച്ച് എങ്ങനെ ഒരു ഓൺലൈൻ പരീക്ഷ നടത്താമെന്നാണ്. ഇപ്പോൾ പരീക്ഷ നടത്താൻ മാത്രമല്ല, പരീക്ഷ ഇപ്പോൾ എഴുതി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർക്കും മാർക്ക് അറിയാൻ പറ്റും, നമുക്കും അവർക്ക് എത്ര കിട്ടിയെന്ന് അറിയാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ നമുക്ക് എക്സാം ഈ ഓൺലൈനിൽ നടത്താം. അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തിരുന്ന് കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തിരുന്ന് കാണുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഓൺലൈൻ എക്സാം നടത്താൻ ആവശ്യമുള്ളത് ഒരു ആപ്ലിക്കേഷൻ അല്ല. നമ്മൾ ഈ ഗൂഗിളിൻ്റെ തന്നെ ഒരു ടൂളായ ഒരു ഗൂഗിൾ ഫോം എന്ന് പറയുന്ന ഇതാണ് നമുക്ക് ഈ ഓൺലൈൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ ആവശ്യമുള്ളത്. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഈ ക്രോം എടുത്തിട്ട് അതിൽ ഗൂഗിൾ ഫോം സെർച്ച് ചെയ്യുക. ഗൂഗിൾ ഫോംസ് ഇതിൻ്റെ ലിങ്കിനായി ഡിസ്ക്രിപ്ഷൻ എടുത്തേക്കാം, നിങ്ങൾക്ക് അതിൽ കയറി എടുക്കാവുന്നതാണ്. അതിൽ രണ്ടാമത് കാണുന്ന ഈ ഗൂഗിൾ ഫോം ഫ്രീ ഓൺലൈൻ സർവീസ് എന്ന് പറയുന്ന സൈറ്റിൽ കയറുക. ഇത് കയറുമ്പം ആദ്യം തന്നെ കാണാം ഗോ ടു ഗൂഗിൾ ഫോംസ്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ്, ഇതാണ് നമ്മളെ ഈ ഗൂഗിൾ ഫോമിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം കാണാൻ പറ്റും അൺടൈറ്റിൽഡ് ഫോം. ഇത് നമുക്ക് ഇപ്പം ഞാൻ ഓണം എക്സാം എന്ന് കൊടുക്കുകയാണ്. ഓണം എക്സാം അത് കഴിയുമ്പോൾ നമുക്ക് ഈ മുകളിൽ ചെന്നിട്ട് മുകളിൽ ഈ 3 ഡോട്ട് കാണാം. ഈ 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ രണ്ടാമത്തെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുക്കുമ്പോൾ നമുക്ക് കാണാം ഈ ജനറൽ പ്രസൻറ്റേഷൻ, അതേപോലെ നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ക്വിസ് എന്നാണ്. ക്വിസ് എടുക്കുക, അത് എനേബിൾ ചെയ്യുക. മേക്ക് ദിസ് എ ക്വിസ്, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അത് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴോട്ട് കുറേ ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിൽ കാണുന്നത് സേവ് അടിക്കുക. അപ്പോൾ സേവ് അടിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്ത ഓപ്ഷൻസ് എല്ലാം വെറുതെ ആയിപ്പോവും. അപ്പോൾ ആ സേവ് അടിക്കുക. ഇത് നമ്മൾ താഴോട്ട് വരുമ്പം ഫ്രം ഡിസ്ക്രിപ്ഷൻ എന്നാണ്. ആ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇപ്പം ക്ലാസ് കൊടുക്കുകയാണ്. 10A 10 കൊടുക്കുകയാണ്. അതിന് താഴെ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ടൈപ്പ് ചെയ്യുക. പിന്നെ 1+2 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. 2. അപ്പോൾ താഴോട്ട് വരുമ്പോൾ നമുക്കിപ്പം മൾട്ടി ചോയ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ചെക്ക് ബോക്സ്, ഇങ്ങനെ നമുക്ക് ഷോർട്ട് ആൻസർ, നമുക്ക് ഇങ്ങനത്തെ ആൻസർ വേണം, അത് നമ്മൾ ഇതിൽ കൊടുക്കുക. ഞാനിപ്പോൾ മൾട്ടി ചോയ്സ് കൊടുക്കുകയാണ്. മൾട്ടി ചോയ്സിൽ ഇപ്പോൾ ഓപ്ഷൻ 1 എന്തായുണ്ട്, അവിടെ നമ്മൾ ഈ ഓപ്ഷൻസ് കൊടുക്കുക. ഇങ്ങനത്തെ ഓപ്ഷൻസ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പം ആദ്യത്തെ ഓപ്ഷൻ ഞാൻ 4 എന്ന് കൊടുക്കുകയാണ്. രണ്ടാമത്തേത് എടുക്കാൻ വേണ്ടി താഴത്തെ 7 ഓപ്ഷൻ അടിക്കുക. അതിൽ ഞാൻ 3 എന്ന് കൊടുക്കുകയാണ്. അടുത്ത് 2, പിന്നെ 1. എന്നിട്ട് താഴോട്ട് വരുമ്പം റിക്വേർഡ് എന്ന് പറഞ്ഞ ഇതുണ്ട്, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ താഴെ ഒരു ടിക്ക് മാർക്കുണ്ട്, ഒരു ബ്ലൂ ബോക്സിൽ വന്നെങ്കിൽ ടിക്ക് മാർക്ക്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിതിൽ കറക്റ്റ് ആൻസർ ആയി നോക്കുക. 2+1 3, അപ്പോൾ 3 നമ്മൾ കൊടുക്കുക. കൊടുത്ത് നമുക്ക് മുകളിൽ റൈറ്റ് സൈഡിൽ പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സ് നമുക്ക് എത്ര കൊടുക്കണം, ഞാനിപ്പോൾ 2 കൊടുക്കുകയാണ്. നിങ്ങൾ എത്ര കൊടുക്കുന്നോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാം. ഇത് താഴെ വന്ന് ഡൺ അടിക്കുക. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കാൻ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ താഴെ ഒരു പ്ലസ് ചിഹ്നമുണ്ട്, അതിനകത്ത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പം
5 മൈനസ് 4 ഇത് കൊടുക്കുകയാണ്. അത് നമുക്ക് ഓപ്ഷൻ ഈ മൾട്ടി ചോയ്സിലൊന്നും നമ്മൾ അമർത്തേണ്ട. നമ്മൾ താഴെ ഓപ്ഷൻ 1 എന്നുള്ള അവിടെ അമർത്തിയിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് കൊടുക്കാം. ഇപ്പം 6 കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ 2 1 3. അതുപോലെ തന്നെ നമ്മൾ ഈ താഴെ കാണുന്ന റിക്വയർഡ് അമർത്തുക. എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലായി ടിക്ക് മാർക്ക് എടുക്കുക. ടിക്ക് മാർക്ക് എടുത്ത് ഇപ്പം ആൻസർ 5 മൈനസ് 4 1 ഇത് കൊടുക്കുക. എത്ര പോയിന്റ്? 2 പോയിന്റ്. ഡൺ. എല്ലാം ചെയ്യുമ്പോഴും ഡൺ അടിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെറുതെ പോകും. നമ്മളിപ്പം ചെയ്ത ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് കാണണം. ഈ മുകളിലെ ഈ 3 ഡോട്ട് എടുക്കുക. അതെടുത്തിട്ട് പ്രിവ്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആദ്യം ഫസ്റ്റ് ആ പ്രിവ്യൂ അടിക്കുക. പ്രിവ്യൂ അടിക്കുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുമ്പം ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ എങ്ങനെ എത്തുമെന്ന് കാണാൻ പറ്റും. അതുപോലെ അവർ ക്ലിക്ക് ചെയ്യുന്നതും സബ്മിറ്റ് അടിച്ച് കഴിയുമ്പം ഈ സ്കോർ അവർക്ക് തന്നെ സ്കോർ കാണാൻ പറ്റും. ഇപ്പം നമുക്കറിയാം, അപ്പോൾ ആദ്യം ചെയ്ത് മാത്രം ശരി, ബാക്കിയെല്ലാം തെറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ തന്നെ ഈ റൈറ്റ് സൈഡിൽ ഇപ്പം റെസ്പോൺസ് എന്നുണ്ട്. ക്വസ്റ്റ്യൻസ് റെസ്പോൺസ്. ആ റെസ്പോൺസ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇൻഡിവിജ്വൽ അതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം അവർ ചെയ്ത ഏതൊക്കെ ശരിയാണ് ഏതൊക്കെ തെറ്റാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഈ റെസ്പോൺസ് എടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി ഗൂഗിൾ ഫോം വഴി എങ്ങനെ ഒരു ഓൺലൈൻ എക്സാം നടത്താമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും അഭിപ്രായമോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ദിസ് ഈസ് മനൂറാഖ് സൈനിങ് ഓഫ്.